കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 91-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഉത്സാഹത്തോടെ ഈ തിരുവചന പഠനത്തിനായി ഇന്ന് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ദ ബുക്ക് ഓഫ് ആക്ട്സ്. അതിന്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് നാം ഇന്ന് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലും ഒരു വിശ്വാസവും ഉണ്ട്. അതായത് ഓൾ റിലീജിയൻ ലീഡ്സ് ടു ഗോഡ്, ഓൾ റോഡ് ലീഡ്സ് ടു ഹെവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാ വഴിയും സ്വർഗത്തിലേക്കുള്ളതാണ്. ഇന്ന് പല വരമ്പുകളായിട്ട്, പല അതിരുകളായിട്ട് അതിനെയൊക്കെ കെട്ടിത്തിരിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതെന്റേത്, ഇത് നിന്റേത്, അത് ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് പല അതിര് വരമ്പുകളൊക്കെ കെട്ടി അതിനെ വേർതിരിച്ചിരിക്കുന്നുവെങ്കിലും വരും കാലത്ത് ഒരു വലിയ പ്രളയം ഉണ്ടാകും. ഈ അതിര് വരമ്പുകളൊക്കെ മുങ്ങും. ഈ വരമ്പുകളൊന്നും പിന്നെ ഉണ്ടാകത്തില്ല. കർത്താവിന്റെ വരവ് അന്നാവും. അന്ന് ഈ അതിരുകൾ ഇന്ന് കെട്ടി തിരിച്ച് നിർത്തിയിരിക്കുന്നുവെങ്കിലും അതെല്ലാം ഒന്നാകും. കർത്താവിന്റെ വചനം അനുസരിച്ചവരും സൽപ്രവർത്തികൾ ചെയ്തവരും ഒക്കെ ചേർക്കപ്പെടും എന്നൊക്കെ ജനറലി നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. ഇത് പ്രസംഗിക്കാൻ കൊള്ളാം, ജനത്തെ ഇളക്കാനായിട്ടും ജനത്തിന് ഭയങ്കര ഉത്സാഹം വർദ്ധിക്കുവാനുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കൊള്ളാം. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ട്രൂത്ത്. ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഹൗ ക്യാൻ ഓൾ റോഡ് ലീഡ്സ് ടു ഹെവൻ വെൻ ദേ ആർ സോ ഡിഫറെന്റ്? ഹൗ ക്യാൻ ഓൾ റിലീജിയൻ ലീഡ്സ് ടു ഗോഡ് വെൻ ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഒത്തിരി ഉപദേശങ്ങൾ നിൽക്കുന്നു. അതിനെയൊക്കെ എങ്ങനെ നമുക്ക് കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടും എന്ന് പറയുവാനായിട്ട് കഴിയും? നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന്, അതായത് 12 അധ്യായം നമ്മൾ പഠിച്ചതിൽ നിന്നും ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസവും നിങ്ങൾ പഠിച്ച കഴിഞ്ഞ 12 അധ്യായങ്ങളിലായി പഠിച്ച വിശ്വാസവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് തട്ടിച്ചു നോക്കുക. കഴിഞ്ഞ 12 അധ്യായങ്ങളിലായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് പഠിച്ചതും ആക്ച്വലി ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ നമ്മളൊന്ന് തട്ടിച്ചു നോക്കുക, ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. എത്രമാത്രം ഡോക്ട്രിനൽ എറർ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും അതിൽ തന്നെ നിൽക്കുകയാണ്. എത്രയൊക്കെ ഡോക്ട്രിനലി അത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമായിട്ട് കൂടെ നമ്മൾ വീണ്ടും അതിൽ തന്നെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തു പോന്നിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു പോരുന്നു. ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കുന്നത് എന്നറിയാമോ? സാത്താനെയല്ല, മറിച്ച് നിങ്ങളെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഇത് നമ്മുടെ ജീവന്റെ വിലയാണ്, നിത്യജീവന്റെ വിഷയമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടും അത് തെറ്റാണ്, നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളല്ല ദൈവവചനത്തിൽ കൂടെ ആക്ച്വലി നമ്മളോട് അറിയിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും നമ്മൾ യാതൊരു ആക്ഷനും എടുക്കാതെ, യാതൊരു കൂസലും ഇല്ലാതെ നാം അതിൽ തുടരുമ്പോൾ നാം നമ്മെ തന്നെയാണ് തോൽപ്പിക്കുന്നത് എന്നുള്ള സത്യം മറന്നു പോകരുത്. നമ്മൾ ഇന്ന് വരെ 12 അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് പഠിച്ചത്. ഞാൻ ചില പോയിന്റുകൾ മാത്രം നിങ്ങളെ അതിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വിഷയമായിരിക്കുന്ന 13-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചത് യഹൂദിയ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അത് നിറവേറാൻ പോകുന്നു. അതായത് കാലാകാലങ്ങളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട്, അബ്രഹാമിന്റെ കാലം മുതൽ ദൈവം അവരോട് അറിയിച്ചിരുന്നതും കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ച് ദൈവത്തിന്റെ നാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനോട് സംസാരിച്ചതും വാഗ്ദത്തം കൊടുത്തതുമായ ആ വാഗ്ദത്ത പദ്ധതി നിറവേറാൻ പോകുന്നു എന്ന് കർത്താവ് ആ യഹൂദിയ ജനത്തോട് അറിയിക്കുക. ദൈവം വിളിച്ചു വേർതിരിച്ച 12 അപ്പോസ്തലന്മാരെ സ്പെസിഫിക്കലി അവരോട് പറയുക, നിങ്ങൾ യെരുശലേം വിട്ട് മാറിപ്പോകരുത്. യെരുശലേമിൽ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ പാർപ്പീൻ. ശക്തി ലഭിച്ചതിന് ശേഷം ലോകത്തിന്റെ അറ്റത്തോളം, യെരുശലേമിലും യഹൂദയിൽ എല്ലായിടവും, പിന്നെ ശമരിയയിലും, പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ. ഇത് പറയുന്നത് യഹൂദനോടാ. അത് പറയാൻ കാര്യം ദൈവം അവരുടെ പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തി അവിടെ നിറവേറുകയാണ്. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു. ഒലിവ് മലയിൽ നിന്നും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. ഒലിവ് മലയിൽ നിന്നും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. അതിനു മുൻപായിട്ട് കർത്താവ് യഹൂദിയ ഉപദേശത്തിൽ അവരോട്
കർത്താവ് അറിയിക്കുന്ന ഒരു വലിയ വാഗ്ദത്തം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പിതാക്കന്മാർ മുതലേ അവർ കാത്തിരുന്ന ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം 1-ാമത്തെ അധ്യായത്തിൽ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ പറയുക. അത് ആരോടാ പറയുന്നത്? ആരാ പറയുന്നത്? ഇതെല്ലാം യഹൂദിയ വിശ്വാസവും യഹൂദന്മാരോടും അവരുടെ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി അത് വരാൻ പോകുന്നു എന്ന് പറയുക. എന്റെ ജനത്തിന് മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, എന്റെ സന്താനത്തിന്മേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെ പകരും. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്നതും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ നിവൃത്തി അവരുടെ നടുവിൽ നിറവേറാൻ പോവുകയാണ്. അതാണ് 1-ാമത്തെ അധ്യായത്തിലെ പ്രിപ്പറേഷൻ. 2-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഉണ്ടാവുക. പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ വാരോത്സവ പെരുന്നാളിൽ ആ ഒരു എന്താ പറയുന്നത്, പെന്തക്കോസ്റ്റ് പെരുന്നാൾ, അവരുടെ ഇടയിൽ അതിനെ വാരോത്സവം എന്നാ പറയുന്നത്. 7 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം, 49-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ 7 വാരോത്സവം, 7 വാരങ്ങളുടെ അവസാനം, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം പെന്തക്കോസ്റ്റ് ഡേ. അന്ന് ആ ഒരു വാഗ്ദത്തം നിവർത്തീകരണം അവിടെ ഉണ്ടാവുകയാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരികയാണ്. ഇത് അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിനെ വളരെ വളരെ ശ്രദ്ധയോടും വളരെ ദൈവസ്നേഹത്തോടും കാണണം. നമ്മളെ ആരെങ്കിലും വഞ്ചിക്കുന്നതിനിടയായി തീരില്ല. പ്രത്യേകിച്ച് സാത്താൻ ദൈവവചനത്തിൽ കൂടെ നമ്മളെ തെറ്റിച്ച് കളയാനിടയായി തീരില്ല. ഇവിടെ നമ്മൾ നിന്നിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ശരിക്കും മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്നാ കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ഒരു ഉത്സവം നടക്കുന്നിടത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നിടത്തോ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? മനസ്സിലായോ? ഈ ഹജ്ജ് പെരുന്നാൾ, സൗദി അറേബ്യയിൽ നടക്കുന്ന മുസ്ലിംസിന്റെ ഹജ്ജ് പെരുന്നാൾ, അവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടുത്തെ ആ പെരുന്നാളിന്റെ ആ തിരക്കിനും തെള്ളിനും ഇടയിൽ കുറെ ചൈനീസ് ടൂറിസ്റ്റുകളെല്ലാം കൂടെ അവിടോട്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കുറെ ഇന്ത്യക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ മക്കയിലേക്ക് ചെല്ലുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറെ പേര് വരും, UK നിന്ന് വെള്ളക്കാർ കുറെ പേരെല്ലാം കൂടെ സൗദി അറേബ്യയിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സിമ്പിൾ കാര്യം, ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. അവരുടെ ഉത്സവം നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്ന യഹൂദൻ യെരുശലേമിൽ എത്തിയിരിക്കുക. വർഷത്തിൽ 3 പ്രാവശ്യം അവർക്ക് യെരുശലേമിൽ വരണം. പെന്തക്കോസ്റ്റ് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരോത്സവം വലിയ പെരുന്നാളാണ്. അവിടെ വാഗ്ദത്ത നിവർത്തി പോലെ പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതും അവരെ അഭിഷേകം ചെയ്യുന്നതും ആ വാഗ്ദത്ത നിവർത്തീകരണം ഉണ്ടാകുന്ന കാര്യമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനി അത് ക്രിസ്തീയ സഭ അന്ന് ആരംഭിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുക. ഒന്നിച്ച് കൂടിയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ചിന്തിച്ച് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. കാര്യം അത്രയ്ക്ക് എവിഡൻസ് ഇതിൽ ബൈബിളിലുണ്ട്. ഒരു എക്യുമെനിക്കൽ കൗൺസിൽ മാതിരി ഒരു കൗൺസിൽ കൂടിയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയിരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അന്നല്ല ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് ഒറ്റ ദിവസത്തെ മീറ്റിംഗിൽ തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. അത്രയ്ക്ക് ക്ലാരിറ്റി വിഷയത്തിലുണ്ട്. എന്നാൽ നമ്മൾ അതിനൊന്നും പോകത്തില്ല. നമുക്ക് അതിനെക്കാട്ടിലൊക്കെ മുഖ്യം നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമാണ്. ഇവിടെ വേറൊരു വിഷയം, അവിടെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഓടിക്കൂടി, ഞാൻ ഈ കഴിഞ്ഞ സമയം വരെയും കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്, ജാതീയ ജനങ്ങൾ എല്ലാ ജാതീയ രാജ്യത്തു നിന്നും അവിടെ ഓടിക്കൂടി അവരെല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന്. ഒറ്റ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ഇത് ചിന്തിച്ച് തീർക്കാനുള്ള വിഷയമേ ഉള്ളൂ. അവിടെ ഒരു മനുഷ്യനെ, ഒരു ജാതിയനെ എന്താ പറയുന്നത്, മരുന്നിനിടാൻ ഒരു ജാതിയനെ നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. അവിടെ അവർ വരേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ജാതിയനും ഓടിക്കൂടിയിട്ടില്ല. അവിടെ വന്നിരിക്കുന്ന ഒന്നും ജാതീയരല്ല. നമ്മുടെ മേലെ പരിശുദ്ധാത്മാഭിഷേകം പകർന്നു. അത്രയും യെരുശലേമിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ ഓടിക്കൂടി എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. പെന്തക്കോസ്റ്റ് നാളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. എന്താ ഞാൻ ഈ പറയുന്ന സിമ്പിൾ കാര്യമല്ല, ഫണ്ടമെന്റൽ ഡോക്ട്രിനുകളാ, ഫൗണ്ടേഷണൽ പില്ലറുകളാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ. നമ്മൾ 12 അധ്യായമേ പഠിച്ചുള്ളൂ. ആ 12 അധ്യായത്തിൽ നിന്ന് എന്തുമാത്രം ഡോക്ട്രിനൽ എറർ നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പെന്തക്കോസ്റ്റ് നാളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. ഏത് സഭയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഏത് സഭയാണ് പെന്തക്കോസ്റ്റ് നാളിൽ സ്ഥാപിക്കപ്പെട്ടത്? അവിടെ ഒരു സഭയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. 3000 പേർ അന്ന് സഭയോട് ചേർന്നു. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സഭയോട് സ്നാനപ്പെട്ടവർ ചേർന്നു എന്നുള്ളതല്ലാതെ അവിടെ പുതിയ ഒരു സഭയും അന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പഴയ നിയമം മുതലേ അവർ വിശ്വസിച്ചു വരുന്നതും കർത്താവായ യേശു ക്രിസ്തുവൊക്കെ റെഫറൻസ് പറയുന്ന പല സഭകൾ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന റെഫറൻസ്, ആ സഭ പഴയ നിയമം മുതലേ പറഞ്ഞു വരുന്ന ഒരു സഭ, ആ സഭയോട് ചേരുക ചെയ്യുന്നത്. ഇനി ഒരല്പം കൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അവിടെ പ്രസിദ്ധമാക്കിയ സുവിശേഷം,
അവർ ഡിക്ലെയർ ചെയ്ത് ഇതാണ് സുവിശേഷം, അന്നത്തെ രക്ഷാമാർഗം ഇതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറയുക. ആ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലനോട് അവർ ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ആരുടെ സഹോദരൻ? ഓടിക്കൂടിയിരിക്കുന്ന യഹൂദന്മാരാ. അവര് പറയാ സഹോദരന്മാരായ പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ. എന്താ ഈ ഗലീല പുരുഷന്മാരെ എന്നൊക്കെ പറയാൻ കാര്യം? അവര് 11 പേരും ഗലീലക്കാരാ. നസ്രേത്തിന് അടുത്തുള്ള ഗലീലിയ എന്ന് പറയുന്ന സ്ഥലത്തുകാരാണ് 11 പേരും. അതുകൊണ്ട് അവരെ വിളിക്കുന്ന ഗലീല പുരുഷന്മാരെ. ഇവിടെ വിളിക്കുകയാണ് സഹോദരന്മാരായ പുരുഷന്മാരെ. യഹൂദന്മാരാണ്, അവരുടെ സഹോദരങ്ങളാ ഓടിക്കൂടിയിരിക്കുന്നത് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവിടെ നിന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് ഇവർക്കൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു പ്രസംഗമാണ് പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധ ആത്മാവാൻ ദൈവത്തെ നമ്മുടെ മധ്യത്തിൽ അയച്ചിരിക്കുക, അതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പത്രോസ് അങ്ങനെ സ്പഷ്ടമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പ്രസംഗിക്കുക. അത് വന്നു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന പോലുള്ള പരിശുദ്ധ ആത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഇത് അവരോട് പറയുന്ന കാര്യമാണ്, വളരെ സ്പെസിഫിക് ആയിട്ട് യഹൂദനോട് പറയുന്ന കാര്യമാണ്. കാര്യം മാനസാന്തരപ്പെടേണ്ടത് അവരാണ്. അവർ മനം തിരിഞ്ഞു വരണം. അവരുടെ ഒറിജിനൽ വിളിയിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ നിന്നും അവർ അമ്പേ മാറിപ്പോയിരിക്കുക. അവരോട് മനം തിരിഞ്ഞ് വരാൻ പറയുക, മാനസാന്തരപ്പെട്ട് വരാൻ. ഈ കാര്യം നമ്മുടെ ജാതികളായി കിടക്കുന്നവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? എന്തിൽ നിന്ന് അവർ മാനസാന്തരപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് തെറ്റിപ്പോയിരിക്കുന്നത്? അവര് കാലാകാലങ്ങളായിട്ട് തെറ്റിത്തിരിഞ്ഞു പോയിരിക്കുന്ന ജനമാണ്. അവരോട് എന്ത് മാനസാന്തരം? അവരിങ്ങനെ വിശ്വസിച്ചാലൊന്നും മാനസാന്തരം എന്ത് വിശ്വസിക്കാനാ? അവർക്ക് പിതാവിനെ അറിയത്തില്ല, പുത്രനെ അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. ആരിൽ എന്ത് വിശ്വസിക്കുന്ന കാര്യമായി പറയുന്നത് ചോദിക്കും. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാര്യമാണ് ഇത്. യഹൂദനോട് പറയാം മനം തിരിഞ്ഞ് മടങ്ങി വരാൻ. കാര്യം അവരുടെ വിളി അവർക്ക് എന്താണെന്ന് അറിയാതെ അവരിൽ കർത്താവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. അതുകൊണ്ട് അവരോട് പറഞ്ഞത് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇതെല്ലാം അവർക്കോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളാണ്. എന്നാൽ നമ്മൾ ഇതിനെയൊക്കെ അങ്ങ് എടുത്തിരിക്കുക. ഇതെടുത്തിട്ട് ഇതിലാണ് ഇന്ന് ക്രിസ്തീയ സഭയുടെ ഫൗണ്ടേഷണൽ പില്ലറാണ്. മനസ്സിലായോ? ഒരുമാതിരിപ്പെട്ട ക്രിസ്തീയ സഭയുടെ മാനസാന്തരപ്പെടുക, പിന്നെ ജലസ്നാനം, പിന്നെ കാത്തിരിപ്പ്, പിന്നെ പരിശുദ്ധാത്മ, ഇതൊക്കെ ഫൗണ്ടേഷണൽ ഡോക്ടറിനുകളാക്കി മാറ്റിയിരിക്കുക. ഒറ്റ ദിവസം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ദിവസങ്ങൾ ഉപവാസവും മറ്റേ യോഗവും ഒക്കെ പ്രസംഗിച്ച് ഡിക്ലെയർ ചെയ്ത് ഡേ ആൻഡ് നൈറ്റ് മുഴുവനും ഭയങ്കര കൺവെൻഷനും ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു ദിവസവും ആത്മാർത്ഥമായിട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശമാണോ എന്ന് ബൈബിളിൽ ഒന്ന് സീരിയസ് ആയിട്ട് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ഭയങ്കര തെറ്റായ ഉപദേശത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്ന് ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയെ കൊണ്ട് നമുക്ക് പറയിക്കുവാൻ കഴിയുമോ ഇതല്ല ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ എന്താ പറയുന്നത്, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നത് മാതിരി വിശ്വാസങ്ങളിൽ ഉറച്ചിരിക്കുക. അതുപോലെ അടുത്തൊരു കാര്യമാണ്, നാം ഇന്ന് ഏറ്റവും ഊറ്റം കൊള്ളുന്ന വേറൊരു ഉപദേശം. നമ്മൾ പഠിച്ചു പോയാൽ പോരായാലും ഒന്ന് റിവ്യൂ ചെയ്യണമല്ലോ, നമ്മൾ എന്താ പഠിച്ചതെന്നുള്ളത്. കഴിഞ്ഞ 12 അധ്യായങ്ങളിൽ കൂടി നമ്മൾ എന്താണ് പഠിച്ചതെന്നുള്ളതൊന്ന് റിവ്യൂ ചെയ്യുക ഞാൻ. അപ്പൊ ഇതിനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ മുന്നിൽ കാണുക. നമ്മളിന്ന് ക്രിസ്തീയ വിശ്വാസത്തെ കാണുക, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളായിട്ടൊന്ന് നിൽക്കുക. നമ്മളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണമല്ലോ, നമ്മൾ എവിടാണ്, ഈ പഠിച്ചതുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ നമുക്കെന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ ശരിയാണല്ലോ, അത് അങ്ങനെയാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കുന്നെങ്കിലും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ നമ്മളെ തന്നെ ശോധന ചെയ്താട്ട്. ഇന്ന് നാം ഈ പറഞ്ഞതുമാതിരി ഏറ്റവും ഊറ്റം കൊള്ളുന്ന വേറൊരു ഉപദേശമാണ് അപ്പോസ്തോലിക ഉപദേശം. നമ്മൾ ഇന്ന് ക്രിസ്തീയ സഭ അപ്പോസ്തോലിക സഭയാണെന്നൊക്കെ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്ന കാണാം. ഏത് അപ്പോസ്തോലന്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കണം. ഏത് അപ്പോസ്തോലനെയാണ് താങ്കൾ പിൻപറ്റുന്നത്? എന്ത് കാര്യം കൊണ്ടാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത്? ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നത് സെയിന്റ് തോമസ്, സെയിന്റ് പീറ്റർ, സെയിന്റ് ജോൺ, സെയിന്റ് ജെയിംസ്, സെയിന്റ് ബർത്തലോമായി 12 അപ്പോസ്തോലന്മാരെയും 12 ശിഷ്യന്മാരെയും നമ്മൾ അപ്പോസ്തോലിക ഉപദേശത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പിൻപറ്റിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും തന്നെ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അന്നും അറിയത്തില്ല. ഐ സീരിയസ്ലി ഡൗട്ട് ഇന്നും അവർക്ക് അറിയാമോ? അവർ മരിച്ചു പോയെങ്കിലും അവർ നിത്യതയിലായിരിക്കുന്നുവെങ്കിലും അവരുടെ വിഷയമേ അല്ല ഇത്.
നമ്മളെല്ലാവരും അവരെ ഓരോരോ ഐക്കോണിക് ഫിഗർ ആയിട്ട് വെച്ചിട്ട് അപ്പസ്തോലിക ഉപദേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾ സെയിന്റ് തോമസിന്റെ പക്ഷക്കാര്, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തോമസ് അപ്പോസ്റ്റലിനെ പിൻപറ്റുന്നു, ഞങ്ങൾ പത്രോസ് അപ്പോസ്റ്റലിനെ പിൻപറ്റുന്നു. ശരിക്കും ഇവർ ഈ 12 പേരും യഹൂദിയ വിശ്വാസവും യഹൂദന്മാരും. അവരന്നും യഹൂദന്മാരാണ്, അവർ ശുശ്രൂഷിച്ചത് യഹൂദന്മാരുടെ ഇടയിലാണ്, അവർ മരിച്ചതും യഹൂദനായിട്ടാണ്, ഇനി ഉയർത്തെഴുന്നേൽക്കുന്നതും യഹൂദനായിട്ടാണ്, നിത്യതയിലായിരിക്കുന്നത് യഹൂദിയ വിശ്വാസത്തിലാണ്. അവരും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഹൃദയ വിശാലത ഈ വിഷയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് നിങ്ങൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ബൈബിളിൽ അവരും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത്. ഇതല്ല അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത്. ഇവരാരെങ്കിലും ക്രിസ്തീയ മാർഗം ആരംഭിക്കുവാനായിട്ടുള്ള ഏതെങ്കിലും ഉപദേശം ഇതിൽ എഴുതിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കാം? 12 അപ്പോസ്തലന്മാരെ ദൈവം കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് 12 അപ്പോസ്തലന്മാരെ 3 വർഷം കൂടെ നടത്തി അവർക്ക് കംപ്ലീറ്റ് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാണ് ക്രിസ്ത്യാനിറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാമോ ഇതിലൊരു ബുക്കിൽ അവര് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നതായിട്ട്? 12 അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ, 12 അപ്പോസ്തലന്മാർ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇതില്? 12 അപ്പോസ്തലന്മാരാണ് ഇന്ന് കാണുന്ന ഈ 800 കോടി ജനങ്ങളുള്ളതിലെ 300 കോടി ജനങ്ങൾ ക്രിസ്ത്യാനികളാണ്. അവരുടെ ഉപദേശം ഈ 12 അപ്പോസ്തലന്മാർ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഈ 12 അപ്പോസ്തലന്മാരുടെ കോൺട്രിബ്യൂഷൻ ഇതിൽ എന്താണ്? ഇതിൽ എന്താണ് ഈ സഭ സ്ഥാപിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്നത്? പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനം എഴുതിയിട്ടുണ്ട്, 2 ചെറിയ ലേഖനം. അതിനകത്തിൽ ഭയങ്കര ഡോക്ടറിനൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് 1 പേജും 1 അധ്യായവും ഒക്കെ വീതമുള്ള ടൈപ്പ് 3 ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലൊന്നും ഈ 12 അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതിലൊന്നും ഭയങ്കര ഡോക്ടറിനൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ 2 പേരാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി യൂദ എന്ന് പറയുന്നത് കർത്താവിന്റെ അപ്പോസ്തലനല്ല, ഈ 12 പേരിലുള്ള ആളല്ല. ജെയിംസ് എന്ന് പറയുന്നത്, യാക്കോബ് എന്ന് പറയുന്നത് ഈ 12 പേരിലുള്ള ആളല്ല. അവരൊക്കെ ഓരോ പേജും 1 താളിലും 2 താളിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ടറിൻ? അവരെയൊക്കെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അവരാണോ ഇത് എഴുതിയിരിക്കുന്നത്? ഇതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാനതാ പറയുന്നത്, ഒറ്റ ദിവസത്തെ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഈ ഒരുമാതിരിപ്പെട്ട സംഗതികൾ മുഴുവൻ പൊളിച്ചടുക്കാൻ പറ്റും. ഇന്നത്തെ വിശ്വാസം, അന്ധവിശ്വാസം, തെറ്റായി പോയിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ഈ 1517 മാർട്ടിൻ ലൂതറിന്റെ കാലത്തുണ്ടായ മാതിരി ഒരു വിപ്ലവകരമായ മാറ്റം, ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു റിഫോർമേഷൻ ഉണ്ടാകുന്ന കാലം എന്നേ കഴിഞ്ഞിരിക്കുക. ഇറ്റ്സ് എ ഹൈ ടൈം ടു ഹാവ് എ റിഫോർമേഷൻ. ഇതാ ഞാൻ പറയുന്നതും ഗേറ്റ് മിനിസ്ട്രീസ് പ്രസംഗിക്കുന്നതും ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളിൽ കൂടെ ഞങ്ങൾ ലോകത്തിന് പ്രസിദ്ധമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാ. സാത്താൻ ഒരു ഭയങ്കര തെറ്റായ ഉപദേശത്തിൽ നമ്മളെ തളച്ചിരിക്കുക. ഇത് മനസ്സിലാക്കേണ്ടുന്ന കാലം എന്നേ കഴിഞ്ഞിരിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതിൽ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരിൽ മത്തായിയും യാക്കോബുമാണ് 2 സുവിശേഷം എഴുതിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇവര് 2 പേരാ, യാക്കോബ് അല്ല യോഹന്നാൻ. മത്തായി എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ 2 സുവിശേഷമാണ് കർത്താവിന്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എഴുതിയിരിക്കുന്നത്. മർക്കോസും ലൂക്കോസും കർത്താവിന്റെ ശിഷ്യന്മാരല്ല. ബാക്കി എഴുതിയിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 2 ലേഖനങ്ങളും യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 2-3 ലേഖനങ്ങളും. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ അല്ല. ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളിൽ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയിട്ടേ ഇല്ല. അത് യഹൂദിയ വിശ്വാസവും കർത്താവ് യഹൂദ പ്രമാണപ്രകാരം, വാഗ്ദത്ത പ്രകാരം ലോകത്തിലേക്ക് വരുന്നത്, കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയും യഹൂദനും യഹൂദ ദേവാലയവും യഹൂദ യാഗവും മോശയുടെ ന്യായപ്രമാണവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു ആക്ച്വലി വിത്ത് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളിപ്പോ 12 അധ്യായമേ പഠിച്ചുള്ളൂ. ഞാൻ എന്തിനാ ഒരല്പം ഇതൊന്ന് റിവൈസ് ചെയ്ത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്ന ആ ഡോക്ടറിനൽ എറർ നിങ്ങളൊന്ന് കണ്ടുപോകണം. എത്ര മാത്രം തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു സീരിയസ്നെസ് നമ്മുടെ ഉള്ളിലൊന്നും ഉണ്ടാവണം. പൗലോസ് അപ്പോസ്തലനിൽ കൂടാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ 13 ലേഖനങ്ങൾ, 9 ലേഖനങ്ങൾ സഭാ ലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ടും 4 ലേഖനങ്ങൾ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അല്ല ഇടയ ലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 13 ഈടുറ്റ ലേഖനങ്ങൾ ഇതിൽ എഴുതി ക്രിസ്ത്യാനിറ്റി എന്താണെന്നും എവിടെ തുടങ്ങുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എന്ത് ചെയ്യണമെന്നും അതിന്റെ അവസാനം എന്തായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്ന 13 ലേഖനങ്ങൾ. ഇതിൽ കൂടാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. അത് മുഴുവനും എഴുതിയിരിക്കുന്നത് പോളാണ്. ഞാൻ 1-2 നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ 1-2 വാക്യങ്ങളൊന്ന് കാണിക്കാം, അത് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട്. ഞാൻ
റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇംഗ്ലീഷ് മാത്രം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ഭാഗം മാത്രം ശ്രദ്ധിച്ചാട്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പോൾ എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാ? പോൾ എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതെന്താ, പീറ്റർ എന്ന് പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ യോഹന്നാൻ, യാക്കോബ്, അവരൊക്കെയാണ് സഭയുടെ നടുത്തൂണുകൾ, മെയിൻ പില്ലേഴ്സ്. പീറ്റർ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി. അവിടെ എന്ത് ചെയ്യും പീറ്റർ? ഇവിടെ പറയാണ് പോൾ എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ. മനസ്സിലായോ? അടുത്ത വാക്യം കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതി 1 കൊരിന്ത്യർ 1-ാം അധ്യായം. ഞാൻ ആ ഓർഡറിന് തന്നെ പോകും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയണ്ടോ, പോൾ കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദ വിൽ ഓഫ് ഗോഡ്. കണ്ടോ? 2 കൊരിന്ത്യർ കാണിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവിടെ കണ്ടില്ലേ? ദൈവേഷ്ടത്താൽ, ഇംഗ്ലീഷ് വായിക്കാം. പോൾ ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. കണ്ടില്ലയോ? പോൾ 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 പോൾ. ഗലാത്യ ലേഖനം കാണിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവിടെ പറയാ, പോൾ ആൻ അപ്പോസ്റ്റൽ നോട്ട് ഓഫ് മാൻ നീദർ ബൈ മാൻ ബട്ട് ബൈ ജീസസ് ക്രൈസ്റ്റ്. കണ്ടോ? മുഴുവനും ലേഖനങ്ങളിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് എഴുതി തന്നിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി അറിയിച്ചിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇത് 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരുന്ന ഒരു പദ്ധതി അല്ല. അവരെ യാതൊരു വിധത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവർ ആത്മാർത്ഥതയോട് അവരെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുകയും തലകീഴായി വരെ ക്രൂശിക്കുവാനായിട്ട് അവരെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവിന്റെ അഭിഷിക്തന്മാരാണ്. അവര് വളരെ വളരെ വിശ്വസ്തരായിട്ട് അവരുടെ അന്ത്യം വരെ നിന്ന് രക്തസാക്ഷികളായിട്ട് മരിച്ചവരാ. ബട്ട് നമ്മൾ അവരെ തെറ്റായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ലീഡേഴ്സ് ആയിട്ടൊക്കെ കണ്ടിരിക്കുക. അവർ ആക്ച്വലി യഹൂദിയ വിശ്വാസവും യഹൂദന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ച ലിറ്റിൽ ഫ്ലോക്സ്. കർത്താവ് പറയാണ്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആ ഒരു ചെറിയ കൂട്ടത്തിന്റെ ലീഡേഴ്സ് ആണ് അവർ. യഹൂദിയ വിശ്വാസത്തിന്റെ ലീഡേഴ്സ് ആണ് അവർ. നമ്മളിത് അപ്പോസ്തോലിക ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ അപ്പോസ്തലന്മാരുടെ പേരിൽ പള്ളി പണിതിരിക്കുക. സെയിന്റ് തോമസ് എന്ന് പറഞ്ഞിട്ടും സെയിന്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ. അവരൊന്നും ഈ കാലഘട്ടത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്തീയ ഉപദേശവുമായിട്ട് ഒന്നും തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ കാണത്തില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ 7 വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിങ്ഡം പ്രോമിസ് ആണ് അവർ ചെയ്യുന്നത്. മടങ്ങി വരാനായിട്ട് പറയുക. ആരോടാ പറയുന്നത്? യഹൂദനോട് പറയുക. ചിതറിപ്പോയിടത്തും അവർ യഹൂദന്മാരോടല്ലാതെ വേറെ ആരോടും പ്രസംഗിച്ചിട്ടില്ല. അവര് ശമരിയയിൽ പോയി, അവര് കുപ്രോസിൽ പോയി, അവര് ഫൊയ്നിക്കയിൽ പോയി എന്നൊക്കെ പറയും. പോയിടത്തെല്ലാം യഹൂദനോടാ പ്രസംഗിച്ചത്. കാര്യം ഇവിടെ എല്ലാം യഹൂദൻ താമസിക്കുക. അവിടെ എല്ലാം അവര് ചിതറി പാർക്കുന്ന സ്ഥലങ്ങളാ. അവരവിടെ പ്രസംഗിച്ചത് മുഴുവനും മടങ്ങി വരുവാനായിട്ടാ. കിങ്ഡം പ്രോമിസ്. നമ്മുടെ പ്രോമിസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതലേ നമ്മൾ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും നമ്മൾ പുസ്തകങ്ങൾ മറിച്ച് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ വായിച്ചു നോക്കിക്കൊണ്ടിരുന്ന എന്ന് വരും എന്ന് നോക്കിക്കൊണ്ടിരുന്ന കർത്താവ് ലോകത്തിൽ വന്ന് നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല, നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. അവൻ പോയതുപോലെ അവൻ വീണ്ടും വരും. ഈ കാലഘട്ടത്തിൽ തന്നെ അവൻ മടങ്ങി വരും. അവൻ നമ്മുടെ കാലഘട്ടം, നാം ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല. അതിനു മുമ്പായിട്ട് കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് മനം തിരിഞ്ഞ് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടാൻ അവരോട് പറയുക. കിങ്ഡം പ്രോമിസ്, മടങ്ങി വരിക എന്ന്. ഒരു എമിനന്റ് റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് ആണ് അവർ അവിടെ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് രണ്ട് ചിന്തിക്കാനില്ല. കംപ്ലീറ്റ് കാര്യങ്ങളും വിറ്റുപെറുക്കിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുക. അത് യെരുശലേമിലും യഹൂദിയയിലുള്ളവരും മാത്രമല്ല, ദുനിയയിലുള്ളവർ മുഴുവനും വിറ്റേച്ച് ഇവിടെ വരിക. അതുകൊണ്ടാണ് പറയുന്നത്, യവനായ യഹൂദന്മാര്, യവനായ ദേശത്തുണ്ടായിരുന്ന ഗ്രീക്ക് ജ്യൂസ്, അതുപോലെ എല്ലാവരും വിറ്റിട്ട് ആ ഗ്രീക്ക് ജ്യൂസിൽ നിന്നാണ് 7 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ ആ ഡെയിലി മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നത്. ഒരു ചെറിയ കാര്യത്തെ അല്ല. നിങ്ങൾ ഇതിനെ പൂർണ്ണ പിക്ചർ ഇതിനെ ഒന്ന് മനസ്സിൽ കാണണം. എന്താ അവിടെ നടക്കുന്നതെന്ന്. നമുക്കൊരു ഭയങ്കര പുകപടലത്തിൽ അതിൽ കൂടെ അവിടെ എന്താ നടന്നതെന്ന് അറിയാൻ വയ്യാതെ കംപ്ലീറ്റ് കുരുങ്ങി തിരിഞ്ഞ് ഏതോ ഒരു ഉപദേശത്തിൽ പോകല്ല. നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കല്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ 12 അധ്യായമേ പഠിച്ചിട്ടുള്ളെങ്കിൽ എത്രമാത്രം ക്ലാരിറ്റി ഇതിലൂടെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുക. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ പ്രസംഗിക്കുന്നത് കണ്ടോ? ഇത് അന്ത്യകാലം എന്ന് പറയുക. അതായത് ഈ അന്ത്യകാലം എന്ന് പറയുന്നത് എന്താ? ഈ അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരിക്കുക ഇസ്രായേലിന്റെ ഇനി എത്ര കാലമുണ്ടെന്ന്. ആ 470 വർഷമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിൽ 70 490 വർഷം അവർക്ക് ഇനി മുന്നിലുണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതിനകത്തിലെ 483 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ ആ 7 വർഷം, അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഇത് അന്ത്യകാലമാകിയാൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. കാര്യം ആ ഒരു കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവും ആ ശക്തിയും ഇല്ലാതെ പറ്റത്തില്ല. ഒരു പ്രത്യേക അഭിഷേകം അവരുടെ മേലില്ലാതെ പറ്റത്തില്ല. ആ അന്ത്യകാലത്ത് ഞാൻ എൻ്റെ സഭയെ എൻ്റെ അഭിഷേകത്തെ എല്ലാവരുടെ മേൽ പകരുമെന്ന് പറയുക. അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം ഇന്നും അന്ത്യകാലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാണ്, ഇന്ന് അന്ത്യകാലമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ റെഫർ ചെയ്യുന്ന അന്ത്യകാലം താങ്കൾ പറയുന്ന അന്ത്യകാലം അല്ല. കഴിഞ്ഞ 2000 വർഷമായി അന്ത്യകാലം ആരംഭിച്ചു എന്ന് പറയുക. ഒരു ലക്കിൽ ലഗാനും ഇല്ലാത്ത ഉപദേശങ്ങളാണ് ഈ പറയുന്നത്. 2000 വർഷമായിട്ട് അന്ത്യകാലമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന അന്ത്യകാലം എന്ന് പറയുന്നത് അവസാനത്തെ ആ 7 വർഷമാണ്. അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ ക്രിസ്ത്യാനികൾ പറയുന്നത് അത് ആദ്യത്തെ ദിവസമാണ്, ചർച്ചിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുക. പീറ്റർ പറഞ്ഞത് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയാണ് നോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ചർച്ച്. അവിടുത്തെ പുതിയ സംഗതി ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ കാലഘട്ടം വരാൻ പോകുന്നു എന്നാണ്. അങ്ങനല്ല അവിടെ പറയുന്നത്. ദീസ് ഈസ് ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലമാകിയാൽ ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും, എങ്ങനെ മടങ്ങി വരാൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് സകലവും വിറ്റിട്ട് അവരുടെ കാൽക്കൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുകയാണ്. ഇതാ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടത്. 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അതിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം അവരെ കൈവിടുക. യഹൂദൻ ദൂഷണം പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവാത്മാവ് വന്ന് 2-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവരോട് യെരുശലേമിലും യഹൂദയിലും പാർക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവർ യെരുശലേമിൽ പാർത്തു. അവർ കാത്തിരുന്ന വാരോത്സവ ദിനത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വന്നു. അവര് 3000 പേർ അന്ന് സഭയോട് ചേർന്നു. പിറ്റേ ദിവസത്തെ ഒരു പ്രസംഗത്തിൽ 5000 പുരുഷന്മാരോളം ആ സഭയോട് ചേരുവാനായിട്ട് ഇടയായി. അങ്ങനെ അത്രയും ഭയങ്കര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ആ ഒരു ദൈവിക ശക്തി അവരുടെ ഇടയിൽ വ്യാപരിച്ചിരിക്കുക. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു യേശു ക്രിസ്തുവിനെ കൊന്നതുകൊണ്ട് കാര്യം തീർന്നില്ലല്ലോ. ഇവർ 12 പേര് വീണ്ടും ശക്തമായിട്ട് ഈ കാര്യം തന്നെയാണല്ലോ പറയുന്നത്. ജനം അത് മനസ്സിലാക്കുന്നല്ലോ. ആയിരങ്ങൾ ഇതിലേക്ക് ചേരുന്നല്ലോ എന്നും മനസ്സിലാക്കിയാൽ അവർക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ സഭയെ ഉപദ്രവിക്കാനാണ് അവർ മുന്നിറങ്ങിയത്. അവരെ കൊന്നു കളയാനായിട്ടാണ്. ഈ 12 പേരെ പല ആവർത്തി പിടിച്ച് ജയിലിലിട്ടു. അവരിൽ കൂടെ ആരംഭിച്ച ആ സഭയെ പീഡിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഓരോ ദിവസങ്ങളും അതിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുക. പത്രോസിനോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ജയിലിലിട്ടിട്ട് പറയുന്നത് ജയിലിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുക, അവര് പള്ളിക്കകത്ത് നിന്ന് പ്രസംഗിക്കുക. അത്രയൊക്കെ കാണുമ്പോൾ കൂടെ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. പക്ഷെ അന്നേരം അവരെ വിളിപ്പിച്ചിട്ട് പറയുന്നത് മേലാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചു പോകരുത്. അങ്ങനെ താക്കീത് കൊടുക്കുക. അതായത് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച ആ സഭയെ അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അവരതിനെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കുല ചെയ്ത് അതിന്റെ ക്ലൈമാക്സിൽ, അതിന്റെ എന്താ പറയുന്നത്, കൾമിനേറ്റ് ചെയ്ത് അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ടാണ്. അന്ന് ദൈവിക തേജസ് യെരുശലേമിൽ നിന്ന് പടിയിറങ്ങുക. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവരോട് അങ്ങനെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 27 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയാം, യെരുശലേമേ. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? യെരുശലേമാണ് അവിടാണ് രാജ്യം വരേണ്ടുന്നത്. അവിടേക്കാണ് കർത്താവ് രാജാവായിട്ട് വരേണ്ടുന്നത്. അതാണ് ഇതിന്റെ എല്ലാം ക്യാപിറ്റലായിട്ട് വരേണ്ടുന്നത്. ആലയം അവിടെ പണിയപ്പെടണം. അവിടെ പറയാം, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവ് അവസാന ദിവസങ്ങളിൽ യെരുശലേം ദേവാലയത്തിൽ നിന്നും പറഞ്ഞിട്ട് പടിയിറങ്ങുന്ന ഭാഗമാണ്. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. എങ്ങനെ നിങ്ങളുടെ ഭവനം ഇസ്രായേൽ യെരുശലേം ശൂന്യമായി തീരും. അടുത്ത വാക്യം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾക്ക് എന്നും മനസ്സിലാകുന്നു.
അന്ന് വരെ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു മത്തായി 24-ാമത്തെ അധ്യായത്തിൽ ഒലിവ് മലയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് യെരൂശലേം ദേവാലയത്തിൽ വെച്ച് അവരോട് പറഞ്ഞിട്ട് പോകുന്ന ഭാഗമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവ് അവരോട് മുന്നറിയിപ്പ് കൊടുക്കുക. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പാർക്കും പോലെ നിങ്ങളെ എന്റെ ചിറകിന്റെ കീഴിൽ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് അതിന് മനസ്സായില്ല. നിങ്ങൾ എന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ദൈവഭാഗത്തേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. സത്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീർന്നോ? ഇതുപോലെ അവരുടെ ഭവനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ശൂന്യമായി പോയി. കർത്താവ് പറയാണ്, ഇനിയും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതായത് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് അവരിത് തിരിച്ചറിയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്നവൻ, യേശു ക്രിസ്തുവായിട്ട് ലോകത്തിൽ വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം, അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാൻ പോകുന്നത്. അവരെല്ലാവരും മോശയും ഏലിയാവിനെ അവരുടെ ഇടയിൽ അയക്കും. 1,44,000 പേരെ ദൈവം അവരുടെ മധ്യത്തിൽ ഉപയോഗിക്കും. അവരുടെ ഇടയിൽ പ്രസംഗിക്കും. ആകാശത്തിൽ കൂടെ ഒരു ദൂതൻ പറന്നു നടന്നുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. അന്ന് അവരിത് തിരിച്ചറിയും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. കുലം കുലമായിട്ട്, കുടുംബം കുടുംബമായിട്ട് അവര് കുത്തിയിരുന്ന് കരയും, വിലപിക്കും. അന്ന് കർത്താവ് പറയാം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് ഇവരോട് ദൈവം പറയുന്ന കാര്യങ്ങൾ, അതിന്റെ നിവർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ അവരോട് മടങ്ങി വരാൻ പറയുക. 3-ാം അധ്യായത്തിലൊക്കെ കണ്ടോ? അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 19 മുതൽ വായിച്ചു നോക്കണം. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് അവർക്ക് പിന്നെയും അടുത്ത ചാൻസ് കൊടുക്കുക. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു, പരിശുദ്ധാത്മാവിനെതിരെ തിരിഞ്ഞിരിക്കുക. എന്നിട്ടും അവരോട് പത്രോസിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടോ? പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവ് വരാൻ പോവുക, നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട കർത്താവിനെ അയക്കാൻ പോവുക. അതുകൊണ്ട് അവന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ ലഭിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയുക. 3-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെയാണ് നിങ്ങൾ 2, 3, 4, 5, 6, 7-ാമത്തെ അധ്യായം വരെ കാണുന്നത്. ഇത് ആക്ച്വലി യഹൂദനോട് പ്രസംഗിക്കുന്ന കാര്യമാണ്. അതിന്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് പോളിനെ വിളിച്ച ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. സ്വർഗത്തിൽ അന്ന് വരെ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം അന്ന് ആരംഭിക്കുക. ഈ യഹൂദനെ കൈവിട്ട് കളഞ്ഞു. നമ്മളിപ്പോ വായിച്ചു കേട്ടത് കണ്ടില്ലേ? കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ആ ദൈവിക പദ്ധതി ദൈവം അവിടെ ഹോൾഡ് ചെയ്യുക. 7-ാമത്തെ അധ്യായം കഴിഞ്ഞ് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ യെരൂശലേമിൽ നിന്ന് ദൈവിക തേജസ് പടിയിറങ്ങിയ കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി കിഴക്കേ വാതിൽ കൂടി ഒലിവ് മലയിലേക്ക് പോയതുപോലെ ദൈവിക തേജസ് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. തിരുവചനത്തിൽ കൂടി, യെഹെസ്കേൽ പ്രവചനത്തിൽ കൂടി ദൈവിക തേജസ് യെരൂശലേം ദേവാലയത്തിൽ നിന്നും കെരൂബുകളുടെ മധ്യത്തിൽ നിന്നും ഇറങ്ങി കിഴക്കേ വാതിൽ കൂടി ഒലിവ് മലയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം ആ ദേശത്ത് പിന്നെ ഒന്നും നടക്കുന്നില്ല. മുഴുവനും കാര്യങ്ങളും വെളിയിലേക്ക് പോയിരിക്കുക, വെളി ദേശങ്ങളിലേക്ക് പോയി. യെരൂശലേമിൽ നിന്ന് ദൈവിക തേജസ് പോയി. പിന്നെ കാണുന്നത് മുഴുവൻ ശമരിയയിലും കുപ്രോസിലും കുറേനയിലും ഫൊയ്നിക്കയിലും ഒക്കെയാണ്. ഹല്ലേലൂയ. 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കുക. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. കാര്യം ഇവര് രക്ഷപ്പെടാനോ അവർക്ക് മടങ്ങി വരാനോ മാനസാന്തരപ്പെടാനോ ആവശ്യത്തിലധികം അവസരം കൊടുത്തിട്ടും അവർ ചെയ്തില്ല. അതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി അവിടെ ആരംഭിക്കുക. എന്നാൽ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് പത്രോസ് അപ്പോസ്തലനെ ഒരു ജാതിയന്റെ അടുക്കൽ അയക്കുന്നതും അവിടെ ദൈവകൃപ വ്യാപരിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെന്തിനായിരുന്നു പത്രോസ് അപ്പോസ്തലനെ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികളുടെ ഇടയിലേക്ക് ദൈവം അവരെ തിരഞ്ഞെടുക്കുവാനായിട്ട്, ദൈവം അവരെ ദൈവ മക്കളായിട്ട് സ്വീകരിക്കുവാനായി ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുവാനും, പിന്നീട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം എന്തുകൊണ്ടായിരുന്നു പത്രോസ് അപ്പോസ്തലനെ കൊർന്നല്യോസിന്റെ വീട്ടിൽ അയച്ചതെന്ന്. ആ ഒരു കാര്യം അവരുടെ ഇടയിൽ അവർക്ക് മനസ്സിലാകുവാനും വേണ്ടി ദൈവം ആ ഒരു പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ 11-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പോളിന്റെ ബർന്നബാസിന്റെ ശുശ്രൂഷ അന്ത്യോക്യയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വെച്ച് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഇതിനു മുൻപ് ഇത്രയും ഭയങ്കര കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടും അവരെ ആരും ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിട്ടില്ല. 12 അപ്പോസ്തലന്മാര്
ഇതിന്റെ അടിസ്ഥാന ഉപദേശകന്മാരായിരുന്നു, ഇതിന്റെ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ആയിരുന്നുവെങ്കിൽ അവരുടെ മീറ്റിംഗിൽ വെച്ചൊക്കെ ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കണമായിരുന്നു. അവരെ വിളിച്ചിട്ടില്ല. അവർ പ്രസംഗിച്ച ഒരു സ്ഥലത്തോ യെരുശലേമിലോ യഹൂദിയയിൽ എവിടെയും വെച്ച് ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടിട്ടില്ല. പൗലോസും ബർന്നബാസും ഒക്കെ ചേർന്ന് ജാതീയ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്ന ആ ഒരു കൂട്ടായ്മയെ, ആ ഒരു വിശ്വാസത്തെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങി. 12-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, ഈ യാക്കോബ് അപ്പോസ്തലൻ കൊല്ലപ്പെടുക. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? യാക്കോബ് അപ്പോസ്തലൻ സഭയുടെ പില്ലറായിരിക്കുന്ന ഇന്നർ സർക്കിൾ, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, അതിലെ യാക്കോബ് അപ്പോസ്തലനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലിക് കിങ്ഡം അതോറിറ്റി ഈസ് ഡിമിനിഷിങ്. ആ കാലഘട്ടത്തിൽ കർത്താവ് 12 പേരോട് ചേർന്ന് അവർ 12 ഇതിനും സിംഹാസനത്തിൽ നിന്ന് ന്യായം വിധിക്കേണ്ടുന്നവരാ. അതിന്റെ തലവന്മാര് 12 പേരിൽ തലവന്മാരാണ് ഈ 3 പേര്. അതിൽ ഒരാളെ കഴുത്ത് വെട്ടി കൊന്നു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലിക് കിങ്ഡം അതോറിറ്റി ഈസ് ഡിമിനിഷിംഗ്. ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുക. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടെ ബർന്നബാസിൽ കൂടി പരിശുദ്ധാത്മാവ് വിളിച്ചാക്കിയ ഒരു വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ലോഞ്ചിങ് പാഡാണത്. അവിടെ നിന്നും പരിശുദ്ധാത്മാവ് അടുത്ത തലത്തിലേക്ക് അവരെ നയിക്കുക. അവിടെ സ്വർഗീയ പദ്ധതി ദൈവം സ്വർഗത്തിൽ നിന്ന് തുറന്നു കൊടുത്ത് പൗലോസ് അപ്പോസ്തലൻ കൂടി ആ ഒരു ഭയങ്കര ശുശ്രൂഷ ആരംഭിക്കുക. അന്നല്ല, പോളിനെ അതിനു വേണ്ടിയിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക. ആ ഒരു വലിയ പദ്ധതി തന്നിൽ കൂടി ആരംഭിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവാൻ ദൈവം സഭയെ അടുത്ത ഒരു തലത്തിലേക്ക് നയിക്കുക. അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടും അവിടുത്തെ ആരാധന കൊണ്ടും ഒത്തിരി ജാതീയരൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നു. ക്രൈസ്റ്റിയൻസ്, യേശുവാണ് സകലത്തിലും, യേശുവിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. അവിടെ അപ്പോഴും അവർ പ്രസംഗിക്കുന്നത് കിങ്ഡം ഗോസ്പൽ ആണ്. അതായത് സ്വർഗീയ പ്രത്യാശയല്ല, ഭൂമിയിൽ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതും കർത്താവ് ലോകത്തിലേക്ക് വരുന്നതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ കൂടി പ്രവചനത്തിൽ കൂടി ഒക്കെ ദൈവസഭയെ വളർത്തി ആ ഒരു കിങ്ഡം പദ്ധതിയിലേക്കാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ ആരംഭിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് അതിന്റെ ലോഞ്ചിങ് പാഡാണ്. ആക്ച്വലി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതിയുടെ ഒരു ലോഞ്ചിങ് പാഡാണ് നിങ്ങളെ കാണുന്ന അന്ത്യോക്യയിലെ സഭ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ, ക്രൈസ്റ്റിയൻസ് എന്ന് പേര് വിളിച്ച ആ ഒരു കൂട്ടം. ഇവര് പരിശുദ്ധാത്മാവാൻ ദൈവം അവരെ അടുത്ത ഒരു തലത്തിലേക്ക് നയിക്കുകയാണ്. ആക്ച്വലി പരിശുദ്ധാത്മാവാ നയിക്കുന്നത്. അതുകൊണ്ട് അതെന്താണ് അവരെ കാണിക്കുന്നത്, അവരിൽ കൂടി എന്ത് ആലോചനയാണ് അറിയിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്താണ്? കാര്യം ഈ പുസ്തകം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. പരിശുദ്ധാത്മാവാണ് അവരെ അങ്ങോട്ട് പോകാൻ പറയുന്നത്. പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യാൻ പറയുന്നത്. അവരെ രണ്ടുപേരെ ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പറയുക പരിശുദ്ധാത്മാവ്. അതിന് പ്രകാരം അവര് സെലൂക്കിയയിലേക്ക് പോവുക, സലാമീസിലേക്ക് പോവുക, പരിശുദ്ധാത്മാവ് പറഞ്ഞു വിടുക. മനസ്സിലാകുന്നുണ്ടോ? അത്ര ഒരു ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ് പരിശുദ്ധാത്മാവിന്റെ ആ വിഷയത്തിലുള്ളത്. ആ പരിശുദ്ധാത്മാവ് അവരെ വിളിച്ച് വേറൊരു വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അതാണ് പോളും ബർന്നബാസിൽ കൂടെ നിറവേറുന്നത്. അതെന്താണോ ആ കാര്യമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു വിശ്വാസത്തിലേക്ക് സകലരും വരേണ്ടുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് വളരെ തന്ത്രപരമായിട്ട് സാത്താൻ ഉപയോഗിച്ചിരിക്കുക. മനസ്സിലായോ? ഞാൻ അതിലേക്ക് വരിക. ഇവിടെ ഞാൻ അല്പം കൂടെ ക്ലാരിറ്റി അതിൽ തരാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം, ആ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ഇവര് തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദനെ ദൈവം കൈവിട്ടിരിക്കുക. അവിടെ പിന്നെ യഹൂദന്റെ ഒരു പദ്ധതി പിന്നെ അവിടെ കാണുന്നില്ല. അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് പദ്ധതി ആരംഭിക്കുക. എന്നാൽ പിശാച് തന്ത്രപരമായിട്ടാണ് ഇവിടെ കരുക്കൾ നീക്കുന്നത്. കാര്യം അവന് എവിടെ പഴുതുണ്ടെന്ന് നോക്കിയിരിക്കുക. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. നിങ്ങൾക്കറിയാമോ, ഏദൻ തോട്ടം മുതലേ, ആ വീണപ്പോൾ മുതലേ, കർത്താവ് ദൈവം അവനെ ശപിച്ചപ്പോൾ മുതലേ അവന് എന്ത് പഴുതുണ്ടെന്ന് നോക്കി ഓരോ പഴുതും അടച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഉദാഹരണങ്ങൾ, പ്ലെന്റി ഓഫ് എക്സാമ്പിൾസ് ഞാൻ അതിൽ കൂടെ കാണിക്കുവാനായിട്ട് കഴിയും നിങ്ങളെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം. അതുകൊണ്ട് ഇവിടെ വെച്ച് കർത്താവ് ക്രൂശിതനായി കഴിഞ്ഞപ്പോൾ സഭയെ ആരംഭിക്കുന്നത് കണ്ടപ്പോഴാണ് ക്രൂശിൽ കൂടി ഒരു ഭയങ്കര രക്ഷാമാർഗം ആരംഭിക്കുന്നു. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. ക്രൂശ് കൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ യഹൂദന്റെ മഹാപുരോഹിതനെ കൊണ്ട് ആ ക്രൂശ് ആവശ്യപ്പെട്ട് ആ ക്രൂശിലൂടെ കർത്താവിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സകലതും തീർന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് സകല മനുഷ്യർക്കും രക്ഷ എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്വർഗീയ പദ്ധതി ഇവിടെ തുറക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സാത്താൻ അന്തം വിട്ടുപോയി.
അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതോ പറഞ്ഞിരിക്കുന്ന ഹാഡ് ദേ നോൺ ഇറ്റ്, അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ക്രൂശ് സമ്മതിക്കത്തേയില്ലായിരുന്നു. തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കാൻ അവൻ അനുവദിക്കത്തേയില്ലായിരുന്നു. ഇനി അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രൂശ് ഓൾറെഡി നിറവേറി കഴിഞ്ഞിരിക്കുക. ക്രൂശിലൂടെ രക്ഷാ പദ്ധതി ആരംഭിച്ചിരിക്കുക. ഇനി അതിനെ എന്ത് സാത്താന് ചെയ്യാൻ പറ്റുമോ അത് ക്രൂശ് ഇല്ലെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കത്തില്ല. കാര്യം അവരുടെ കണ്ണിന് മുമ്പിൽ കണ്ടിരിക്കുക. ക്രൂശിലൂടെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ശക്തികളെ വളർത്തിക്കൊണ്ടുവരിക, ജനത്തെ അതിൽ തളയ്ക്കുക. വളരെ തന്ത്രപരമായിട്ടാണ് സാത്താൻ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങള്. പോളിലൂടെ തുറന്ന് രക്ഷാമാർഗത്തിലേക്ക് സഭ വരണം, അതായിരുന്നു ദൈവിക ഉദ്ദേശം. പക്ഷെന്നുണ്ടെങ്കിൽ സാത്താൻ അതിന് ഇടം കൊടുക്കാതെ അതിന് പാരലായിട്ട് മറ്റു ഉപദേശങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു. അതിലൊരു പ്രധാന ഉപദേശമാണ് ഈ യഹൂദിയ മശിഹായുടെ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് അന്ത്യോക്യയിലൊക്കെ ആരംഭിച്ച ആ ഒരു വിശ്വാസം. അതിനെ ശരിക്കും പോഷിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് പല സ്ഥലങ്ങളിലും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഗലാത്തിയിലെ പ്രശ്നം അതാണ്. ഗലാത്തിയിൽ ജനങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് പോളിന് ഗലാത്തിയ ലേഖനം തന്നെ എഴുതേണ്ടതായിട്ട് വന്നത്. 2 കൊരിന്ത്യ ലേഖനത്തിലെ പ്രശ്നം അതാണ്. ഒത്തിരി എടുത്ത് അതേ പ്രശ്നങ്ങൾ പോൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു ഭാഗം മാത്രം ഞാൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം അതിന്റെ 26 മുതലുള്ള ചില വാക്യങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാക്യങ്ങളെയൊക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇവിടെ പറയാണ്, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹം തിരികെ പോരുക, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല, തന്റെ മുഖം ഇനി അവർ കാണത്തില്ല എന്ന് പറഞ്ഞ് അവരെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കപ്പലോളം ചെന്ന് തന്നെ യാത്ര അയക്കുന്ന ഒരു ഭാഗമാണ് ഇതുകൊണ്ട്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ കരഞ്ഞ് പോളിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് യാത്രയയപ്പ് കൊടുക്കുന്ന ഒരു രംഗമാണ് എഫെസോസിൽ വെച്ച്. അന്ന് പോൾ പറഞ്ഞിട്ട് പോകുന്ന ഭാഗമായത്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു ഭയങ്കര ദൗത്യം പോൾ ഇവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന, നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്ന ആട്ടുകൂട്ടം മുഴുവനെ സൂക്ഷിച്ചു കൊള്ളുവാൻ. കാര്യം ഇതിനെതിരായിട്ട് പോരാടാൻ പോകുന്നത് ഭയങ്കര ചെന്നായ്ക്കളാണ്. ഭയങ്കര എന്താ പറയുക, കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ് ഇതിനെതിരായിട്ട് പോരാടാൻ തുടങ്ങുന്നത്. കാര്യം സാത്താൻ അത്ര അരയും തലയും മുറുക്കി ഇതിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പോയ ശേഷം, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ ഒരു സംഭവം തലപൊക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ദിവസങ്ങൾക്കകം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുക. മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഈ ചെന്നായ്ക്കളെല്ലാം അവിടെ കയറി. അവിടെ ഭയങ്കര പ്രശ്നങ്ങളോട് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. ഒത്തിരി പേര് വിശ്വാസ ത്യാഗം സംഭവിക്കുവാനായിട്ട് ഇടയായി. അടുത്ത വാക്യം കണ്ടില്ലേ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞാൻ നിർത്തുക അവിടെ. നിങ്ങൾ തുടർന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്ര ആത്മാർത്ഥതയോടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളത്. ഇതിനിടയിൽ നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ട് ഒരു ഭയങ്കര തന്ത്രം സാത്താൻ 4 വിരൽ ദൂരത്തിൽ നിൽക്കുക. അവൻ അങ്ങ് ഭയങ്കര കൊമ്പും പല്ലും ഒക്കെ വെച്ച് നമ്മളെ കുത്തിക്കേറുന്ന രീതിയിലൊന്നും അല്ല വരുന്നത്. വെളിച്ച ദൂതന്റെ വേഷത്തിലാണ്, പാസ്റ്ററിന്റെ രൂപത്തിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിലച്ഛന്റെ രൂപത്തിലാണ് വരുന്നത്. നമ്മളെ തെറ്റ് പറഞ്ഞ് മാറ്റിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ ദൈവിക ഉപദേശത്തിൽ നിന്ന്, സത്യത്തിൽ നിന്നും മാറ്റുക ചെയ്യുന്നത്. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ ജനത്തിന് പോൾ കൂടെ ഈ അറിയിക്കുന്ന സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാനായിട്ട്
അന്ന് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. കാര്യം ഇന്നത്തെ മാതിരി ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സാപ്പോ അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശങ്ങളോ ടിവിയോ ടെലിവിഷനോ ടെലിഫോണോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് ഒരു പക്ഷെ കഴിയത്തില്ല. ഈ സാഹചര്യങ്ങളാണ് സാത്താൻ തക്കത്തിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എന്നിരുന്നാലും സത്യമൊന്നും മറച്ചു വയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവിനാൽ ഈ തിരുവചനം ഇതുപോലെ ഇതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലനോട് എഴുതിയ 13 ലേഖനങ്ങളും ഈ ബൈബിളിൽ വരുവാനായിട്ടും ദൈവിക ആലോചന, ആ സ്വർഗീയ ആലോചന ഒരു ലേഖനം പോലും പോൾ എഴുതിയത് മാറ്റിക്കളയുവാനായിട്ട് ഇടയായിട്ടില്ല. കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയ 2-3 ലെറ്ററുകളുണ്ട്, പക്ഷെ അതിന്റെ കണ്ടന്റുകൾ പൂർണ്ണമായിട്ടും അത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. 4 കൊരിന്ത്യ ലേഖനമുണ്ട്, അതിൽ 2 കൊരിന്ത്യ ലേഖനമേ ഇതിൽ വന്നിട്ടുള്ളൂ. പക്ഷെങ്കിൽ അതിനിടയ്ക്ക് 3-ാമത് എഴുതിയതും 4-ാമത് എഴുതിയതുമായിട്ടുള്ള ലേഖനങ്ങൾ ഓൾമോസ്റ്റ് ഇതിൽ കവേർഡ് ആണ്. അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഇതിൽ ഓൾമോസ്റ്റ് കവേർഡ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ രക്ഷിക്കപ്പെടുവാനായി നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം എഴുതി തന്നിരിക്കുക. അതിന്റെ കൂടെ പാരലായിട്ട് ഒരു ശക്തിയെ കൂടെ വളർത്തിക്കൊണ്ടുവരിക. ഇതൊരു ഭയങ്കര തന്ത്രമാണ്. ഇതാ ഞാൻ പറയുന്നത്, ഈ ഒറിജിനലിന്റെ ഏറ്റവും വലിയ വിരോധി ഒറിജിനൽ പോലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഒരു വിധത്തിൽ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതുപോലുള്ള സംഗതികൾ. ഇതിന്റെ കൂടെ ഒരു പാരലായിട്ട് ഒരു ശക്തി വളർന്നു വരിക. അതിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് അവർ വിളിച്ചിരുന്ന ആ ഒരു ഇതിനെ. അതിനെ അങ്ങ് ആ ക്രിസ്ത്യാനിറ്റി എന്നുള്ള പേര് ആ ഒരു ഗ്രൂപ്പ് അങ്ങ് ഏറ്റെടുത്ത് അത് റോമൻ സാമ്രാജ്യം മുഴുവനും പരത്തുകയും അതിൽ അങ്ങ് ഭയങ്കര എന്താ പറയുന്നത്, അതിനെ അങ്ങ് ശക്തി പിടിപ്പിക്കുകയും ചെയ്തു. അവരെന്താ പ്രസംഗിക്കുന്നത്? അതിന്റെ പേരെന്താ? അതിന്റെ പേര് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയപ്പെടുന്നത്. അവരെന്താ പ്രസംഗിക്കുന്നത്? അവർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. അതിന്റെ അടിസ്ഥാനം എന്തുവാ? അത് പാരമ്പര്യവും പഴയ നിയമത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത്. അതിന്റെ സുവിശേഷം എന്താ? അത് കിങ്ഡം ഗോസ്പലാണ്. കർത്താവ് ലോകത്തിലേക്ക് വരുന്നതും ഇവിടെ സ്വർഗം സ്ഥാപിക്കുന്നതും അവരിവിടെ 1000 ആണ്ട് വാഴുന്നതും അതിനുശേഷം സ്വർഗത്തിൽ നിന്നും നിത്യഭവനം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും അവരതിൽ വാഴുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിശ്വാസം. ഇവിടുത്തെ തന്ത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പോളിൽ കൂടെ അറിയിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നും സ്വർഗീയ വിശ്വാസവും നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നു. അതിനാധാരം ഇവിടുത്തെ സ്നാനവും ഇവിടുത്തെ മറ്റുള്ള ഒരു കാര്യങ്ങളുമല്ല, കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയാണെന്നുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു ഉപദേശമാണ്. അതിനെ കംപ്ലീറ്റ് മറച്ചിരിക്കുക. പോളിൽ കൂടി എന്താണ് അറിയിച്ചതെന്നേ നമുക്കിന്ന് അറിയാത്ത രീതിയിൽ അതിനെ മറച്ചിട്ട് നമ്മളെ കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് ഒരു എന്താ പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന പേരുള്ള ഒരു വിശ്വാസത്തിലായിരിക്കുക. ഇതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന 300 കോടി ക്രിസ്ത്യാനികൾ ഒരു നല്ല ശതമാനത്തിന്, ഒരു 80% ഇതൊന്നും അറിയാത്തതിന്റെ കാര്യം ഇതാണ്. കാര്യം അവർ കാലാകാലങ്ങളായിട്ട് അവരുടെ പിതാക്കന്മാരുടെ കാലം മുതലേ അവർ ഇതാ വിശ്വസിച്ചിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു അവസരമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ സംഗതി അവരെ കാണാൻ കൊടുക്കത്തില്ല. 1500 വർഷം ഇത് പ്രിന്റ് ചെയ്യാനോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അധികാരമില്ല. അതിനുശേഷമൊക്കെ മാറിയെന്നുണ്ടെങ്കിലും അവരാ നിൽക്കുന്നത് മുഴുവനും അതിന്റെ അതേ ഉപദേശത്തിൽ തന്നെയാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരു 50 വർഷമേ ആയിട്ടുള്ളൂ മലയാളത്തിൽ കേരളക്കരയിൽ ബൈബിൾ മലയാള ഭാഷയിൽ സുലഭമായിട്ട് അവൈലബിൾ ആയത്. 1970 ശേഷം. അതുവരെ നമുക്ക് 2000 വർഷം, ഞങ്ങൾ 2000 വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. എഴുതി തന്നിരിക്കുന്ന എന്താ പറയുന്നത് പുസ്തകങ്ങളുണ്ട്, പരസ്യാരാധന ക്രമമുണ്ട്, അത് വായിച്ചോണം. അത് മനുഷ്യൻ എഴുതിയ, രാജാക്കന്മാർ കൂടി കൗൺസിലുകൾ കൂടി സിനഡുകൾ കൂടി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഓരോ സിനഡിലും 100-150 ഉപദേശങ്ങളാണ് പാസ്സാക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ അത് ചെയ്യണം, നമ്മൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഓരോരോ സിനഡുകളിൽ എഴുതി ഉണ്ടായിരിക്കുന്ന ക്രിസ്ത്യൻ കൗൺസിലുകളിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതല്ല ക്രിസ്ത്യാനിറ്റി. അത് ഇതിന്റെ പാരലായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും മറ്റ് സഭാപിതാക്കന്മാരെന്നറിയപ്പെടുന്ന രാജകീയ പദവിയുള്ള സഭാപിതാക്കന്മാരും എല്ലാം ഇവിടെ ചേർന്ന് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്ര വ്യത്യസ്തമായി പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇന്ന് 40,000-ലേറെ ഡിവിഷനായിട്ട് നമ്മൾ പിരിഞ്ഞു പോയിരിക്കുന്നത്. ഒരുത്തർക്കും മറ്റവരെ കണ്ടുകൂടാ, ഒരാളും മറ്റവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ പിരിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വിളിച്ച് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിച്ച ഒരു സ്വർഗീയ പദ്ധതി അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയും അവരത് ഇതിൽ കൂടി എഴുതിയിരിക്കുക, അത് ലോകത്തെ അറിയിച്ചിരിക്കുക. അവരാൽ ആവോളം അവർ അധ്വാനിച്ചിരിക്കുക. അവർ പ്രസംഗിച്ചെടുത്ത് തന്നെ ജനം മാറിപ്പോയിരിക്കുക. ആസ്യക്കാരെല്ലാം എന്നെ വിട്ടുപോയി. ഹുമനയോസും ഹർമനഗോസും ഒക്കെ കൂടെ നിന്നവർ അവർ വരെ വിട്ടേച്ചു പോയി.
ഇന്ന് അത് വിശ്വസിക്കുവാൻ മനസ്സുള്ളവർക്കായിട്ട് ഈ ഓപ്ഷൻ ഓപ്പൺ. നമ്മുടെ വരവ്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ആ കാഹളം വാനമേഘങ്ങളിൽ ധ്വനിക്കും. അന്ന് സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. നാം സ്വർഗത്തിലേക്ക് പോകും. നാം എല്ലാവരും ചേർക്കപ്പെടും. ഹല്ലേലൂയ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ വിശ്വാസത്താൽ, അതിലെ അടിയുറച്ച വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുകയും നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയും നിത്യം സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യും. അത് വിശ്വസിക്കാത്തവർ, ഈ കാലഘട്ടത്തിലുള്ള അത് വിശ്വസിക്കാത്തവര് കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് കേൾക്കത്തില്ല. അവരിവിടെ നിന്നു പോകും. അവരിവിടെ നിന്നു പോയാലത്തെ സ്ഥിതി അടുത്ത ഫേസിലേക്ക് കടക്കിയ കാര്യങ്ങൾ, അതായത് ഡിസ്പെൻസേഷൻ ഓഫ് എന്താ പറയുന്നത്, ട്രിബുലേഷൻ എന്ന് പറയുന്ന ഒരു കാലം, ആ ഒരു മഹാപീഡന യുഗത്തിലേക്ക്, ആ ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതെന്തിനാ കടക്കുന്നത്? യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ്. അത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി, അത് ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അല്ല. മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് വീണ്ടും പോകും. അപ്പം ചേർക്കപ്പെടാതെ ഇവിടെ ആരെങ്കിലും നിന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താ? അവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത്. ഇന്ന് വളരെ നിസാരമായി കർത്താവ് കാൽവറിയിൽ വില കൊടുത്ത് തീർന്നിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയെ കുറിച്ചാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെ വിശ്വാസത്താൽ ഇവിടെ നമ്മൾ ഒന്നും ചെയ്ത് കാണിക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഒന്നും ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെ മലമറിക്കേണ്ട ഒരു കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടില്ല. എവറിത്തിങ് ഈസ് പെയ്ഡ് ഫോർ. കർത്താവ് മുഴുവനെയും കാൽവറിയിൽ കൊടുത്തു തീർത്തിരിക്കുക. അവനിലെ വിശ്വാസത്താൽ ഇംപ്യൂട്ടഡ് റൈച്ചസ്നസ്, നമ്മൾ നീതിയായി, ആ ഒരു വിശ്വാസത്താൽ ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. വീണ്ടെടുപ്പിൻ നാളിനായി ദൈവം നമ്മളെ മുദ്രയിട്ട് സൂക്ഷിക്കുക. കർത്താവിന്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടുന്ന് സഭ ചേർക്കപ്പെടുമ്പോൾ നാം ഇവിടുന്ന് ചേർക്കപ്പെടും. നാം യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിലേക്ക് നാം ചെല്ലുമ്പോൾ നാം ചെയ്ത പ്രവർത്തികൾക്കെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കും. നാം മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിന് തോണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടും. ഓരോരുത്തരും പേര് ചൊല്ലി വിളിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പ്രബോധിപ്പിക്കുന്നത് ഇത് നമുക്ക് മിസ്സായി പോകല്ല. നാം ഒത്തിരി പാരമ്പര്യത്തിൽ അകപ്പെട്ടിരിക്കുക, ഒത്തിരി പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങൾ അകപ്പെട്ടിരിക്കുക. പോട്ടെ, അകപ്പെടാം, അതൊന്നും നമ്മുടെ തെറ്റല്ല. നമ്മുടെ പിതാക്കന്മാർ മുതലേ ചെയ്തു വരുന്ന കാര്യങ്ങൾ, അതിപ്പോ നമ്മൾ കുറ്റക്കാരല്ല. പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം നിന്നിട്ട് ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഇതിനു വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും പിതാക്കന്മാർ ചെയ്തതല്ല ശരിയെന്നുള്ളത്. നമ്മള് കൺവെൻഷനുകളും 40 ദിവസവും ഉപവാസവും പ്രസംഗവും ഭയങ്കര ദേശത്തെ ഇളക്കിയുള്ള കൺവെൻഷനുകളും ഒക്കെ നടത്താറുണ്ട്. ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ടൊന്നും മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനുള്ള കാര്യമാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുക, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ നമുക്ക് തിരുത്തി എഴുതാൻ പറ്റും. കാര്യം, അടിസ്ഥാന ഉപദേശം സൂക്ഷിക്കാനല്ല നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാനും ദൈവിക വചനപ്രകാരം ജീവിക്കാനുമാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അല്ലാതെ പണ്ടാരോ ചെയ്തു വെച്ചിരിക്കുന്ന ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് എല്ലാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. അത് തിരുവചന പ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ അതിനെ സത്യമാർഗത്തിലേക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്, അതിനെ തിരുത്തി എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ആ ഒരു തിരുത്തൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസിന്റെ ആകെ തുക എന്ന് പറയുന്നത് നമ്മൾ ഈ കൂടി വരുന്ന ഈ തുറന്നോസിന്റെ പാഠശാലയിൽ കൂടെ ഞാൻ ഈ പഠിപ്പിക്കുവാനായിട്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടും പറഞ്ഞു തരുവാനായിട്ടും ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ ഈ കാണുന്നത് അല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ് അതിന്റെ ബോട്ടം ലൈൻ. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന അമ്പരചുംബികളായ സെറ്റപ്പുകളെല്ലാം ഉണ്ടല്ലോ, ഇതൊന്നും അല്ല ആക്ച്വൽ ബൈബിൾ പ്രതിപാദിക്കുന്ന ക്രിസ്ത്യാനിറ്റി. 1500കളിൽ ആരംഭിച്ച ഒരു റിഫോർമേഷൻ മാതിരി ക്രിസ്ത്യാനിറ്റിയിൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ആരംഭിച്ച ആ ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ മാതിരി ഒരു ഭയങ്കര റിഫോർമേഷൻ ക്രിസ്ത്യാനിറ്റിയിൽ ആരംഭിക്കണം. അത് ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസ് മാതിരി 1-2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തതല്ല.
നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഉത്തരവാദിത്വം അല്ല അത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കണം. ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി അതിനുവേണ്ടി നിൽക്കുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുക. ഞാൻ ഈ വിഷയം പറഞ്ഞു വന്നുകൊണ്ട് ഒരല്പം കൂടുതലായിട്ട് ആ വിഷയത്തിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാലും നമ്മളൊന്ന് റിവൈസ് ചെയ്തും പഠിച്ചു പോകുന്നതിനെ ശരിക്കും ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചു പോകണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 13-ാം അധ്യായം ഒന്ന് തൊട്ടു വെക്കാനേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. എന്നാൽ അതിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത ആഴ്ചയിൽ തീർച്ചയായിട്ടും നമുക്കത് പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയും. ഞാൻ വെളിയിലുള്ള ഒരു കാര്യങ്ങളും അടുത്ത ആഴ്ചയിൽ പറയത്തില്ല. 13-ാമത്തെ അധ്യായം മാക്സിമം അടുത്ത ആഴ്ചയിൽ നമുക്ക് പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിക്കാം. 13-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം. അതിന്റെ ചില വാക്യങ്ങൾ, ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്ന പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. 2-ാം വാക്യം: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 3-ാം വാക്യം: അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. അടുത്ത ദിവസം നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാം. 13-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ, ഇവിടെ അന്ത്യോക്യ സഭ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട്, നിങ്ങൾ പഴയ നിയമത്തിലൊക്കെ തേടി നോക്കിയാൽ കാണാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലിന് വെളിയിൽ ഒരു സഭ ആരംഭിക്കുന്നത് ഈ സഭയാണ്. അന്ത്യോക്യയിലെ സഭയാണ് യഹൂദന് ഈ സഭ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേലിന് വെളിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സഭ ആരംഭിക്കാൻ യാതൊരു ചാൻസും ഉള്ളതല്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനോട് ചോദിച്ചു കഴിഞ്ഞാൽ വെളിയിൽ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സഭ ഇതുപോലെ ആരംഭിക്കുക, ഇങ്ങനെ ഒരു കൊടിവരവ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ആരംഭിച്ചതിന് 1 വർഷം മുമ്പാണ് സുറഫോയിനിക്കിയ ജാതിക്കാരിയായ ഒരു സ്ത്രീ കർത്താവിനോട് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളെ നോക്കിയിട്ട് പറഞ്ഞതാ, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. സീറോ ഫോയിനീഷ്യ എന്ന് പറയുന്നത് സിറിയ, സീറോ മലബാർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. സീറോ എന്ന് പറയുന്നത് സിറിയയാണ്. സിറിയയുടെയും ഫോയിനീഷ്യ എന്ന് പറയുന്നത് ആ ഒരു ലെബനോനാണ്. ആ സീറോ ഫോയിനീഷ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ത്യോക്യ, അവിടുന്ന് വന്ന ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. അന്ത്യോക്യയില് സഭയാണ്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്. കാര്യം അതുപോലെ യെരുശലേമിൽ നിന്ന് കാര്യങ്ങൾ മാറി, ആ പദ്ധതിയെ മാറി ഇത് ജാതികളുടെ ഇടയിലേക്ക്, ജാതീയ ദേശങ്ങളിലേക്ക് പോകുന്ന ദൈവിക പദ്ധതി ജാതീയ ദേശത്തേക്ക് മാറുകയാണ്. അവിടെ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്ന പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഇവരാരൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ബർന്നബാസിനെ കാണുന്നത്, ബർന്നബാസിനെ നമ്മള് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 4:36 കാണുന്ന ബർന്നബാസാണ്. അതായത് കുപ്രോസുകാരനായ ജോസഫ് എന്ന ലേവ്യൻ, ഇദ്ദേഹമാണ് തന്റെ വസ്തു വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചതും യെരുശലേമിൽ വന്നിട്ട് ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ലേവ്യനായിട്ടുള്ള ഒരു സൈപ്രസുകാരനായിട്ടുള്ള ഒരു യഹൂദനാണ്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തെ ബർന്നബാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹമാണ് പോളിനെ 12 പേർക്ക് കൊണ്ട് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. പോളിന് ഇതുപോലെ പോൾ തിരിഞ്ഞു ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ പോളിനെ കൂടെ ചേർന്ന് പോളിനെ കൊണ്ടൊന്നും 12 പേർക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു നേതൃത്വ നിരയിൽ അന്ന് നിന്നിരുന്ന ഒരാളാണ് ബർന്നബാസ്. ആ ബർന്നബാസിനെ ഈ 12 പേര് തന്നെയാണ് അന്ത്യോക്യയിലേക്ക് അയച്ചിരിക്കുന്നത്. 2-ാമത്തെ ആളാണ് നീഗർ എന്നു പേരുള്ള ശീമോൻ. ഇവിടെ നീഗർ എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരെ പറഞ്ഞിരുന്ന നീഗ്രോ എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ്. നീഗർ എന്ന് പറയുന്ന ശീമോൻ, കറുത്ത വർഗ്ഗക്കാരനായ ശീമോൻ. ഇതിനെ നമുക്ക് തെളിവുകളില്ലെങ്കിലും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ശക്തമായ അഭിപ്രായമുണ്ട്. കർത്താവിന്റെ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശീമോനാണിതെന്ന് ഞാനത് വിശ്വസിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉദാഹരണങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ കാണിക്കാം. കുറേനക്കാരനായ ശീമോനാണെന്ന് പറയാൻ കാര്യം പൗലോസ് ഇവരുമായിട്ട് ചേർന്ന് ഇടപെടാനായിട്ട് ഒത്തിരി അവസരം ഈ കുറേനക്കാരനായ ശീമോൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പോളിന് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും പോൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്.
റോമാലേഖനം 16 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ പോൾ പറയുന്നുണ്ട്, റൂഫോസിന്റെ അമ്മ ആയ എന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ എന്ന് പറയുന്നുണ്ട്. റൂഫോസ് എന്ന് പറയുന്നത് ഈ കുറേനക്കാരനായ ശീമോന്റെ മകനാണ്. റൂഫസും അലക്സാണ്ടറും. ആ റൂഫസിന് വന്ദനം ചൊല്ലുവീൻ, എന്റെ അമ്മയായ അവന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. അത്രയ്ക്കൊരു അടുപ്പം അവരുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാനായിട്ട് അവരിടയായി തീർന്നിട്ടുണ്ട്. നാളത്തെ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാൻ ആ ശിമോനെ കുറിച്ചാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വിഷയമൊക്കെ ഞാൻ അതിൽ കവർ ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ അധികം നിൽക്കുന്നില്ല. നീഗർ എന്നു പേരുള്ള ശിമോൻ. മൂന്നാമതായി കുറേനക്കാരനായ ലുക്കിയോസ്. ഈ കുറേന എന്നൊക്കെ പറയുന്നത് സൈറീനാണ്. സൈറീൻ എന്ന് പറയുന്ന ഇന്നത്തെ ലിബിയ എന്ന് പറയുന്ന നാടാണ് ഈ കുറേന എന്ന് പറയുന്നത്. ലുക്കിയോസ്, ഇവിടൊക്കെ ബിഫോർ ക്രൈസ്റ്റ് യഹൂദന്മാർ ചെന്ന് സെറ്റിൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവരുമായിട്ട് ഇടകലർന്ന് ഓൾമോസ്റ്റ് അവിടുത്തെ കറമ്പന്മാർ യഹൂദന്മാരുണ്ട്. ആ ഒരു രീതിയിലായി തീർന്നവരുണ്ട്. അതൊക്കെയാണ് ഈ കുറേനക്കാർ. ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ യെരുശലേമിൽ വരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം അവർക്ക് യെരുശലേമിൽ തിരിച്ചെത്തി ഈ എന്താ പറയുന്നത് പെരുന്നാളുകൾക്ക് അവർക്ക് യെരുശലേമിൽ തിരിച്ചെത്തണം. കുറേനായി എന്നൊക്കെ ആൾക്കാർ വരും. അതിലെ ഒരാളാണ് കുറേനക്കാരനായ ലൂക്കിയോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് അന്ത്യോക്യയിലെ സഭ പ്രാർത്ഥിച്ച് ആരംഭിച്ചതെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഈ ലൂക്കിയോസ് എന്ന് പറയുന്ന കുറേനക്കാരനാണെന്ന്. ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ. ഇതാരാണ്? ഈ ഇടപ്രഭുവായ ഹെരോദാവ് എന്ന് പറയുന്നത് ഹെരോദ് അന്തിപ്പാസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹെരോദ് അന്തിപ്പാസ്, ഹെരോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ഹെരോദ് അല്ല, അദ്ദേഹത്തിന്റെ മകൻ ഹെരോദ് അന്തിപ്പാസ്, അതായത് യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടിയ ആ ഹെരോദ് അന്തിപ്പാസ്. അദ്ദേഹത്തിന്റെ കൂടെ വളർന്ന ഒരാളാണ് ഈ മനായൻ എന്ന് പറയുന്നത്. ഈ രാജകുടുംബത്തിൽ ഈ രാജകുമാരന്മാരോട് ചേർന്ന് വളരുവാനായിട്ട് ചില കുട്ടികളെ എടുത്തു വളർത്തും. അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരെ എടുത്തു വളർത്തുന്ന ഒരു പതിവുണ്ട്. അതിനാണ് ഈ ഫോസ്റ്റർ ബ്രദർ എന്ന് പറയുന്നത്. രാജകുടുംബത്തിൽ അങ്ങനെ അവരോട് കൂടെ വളരാനായിട്ട് അവർക്കൊരു കമ്പനിക്ക് വേണ്ടി അങ്ങനെ എടുത്തു വളർത്തുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഫോസ്റ്റർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു വളർത്തിയ ഒരാളാണ് ഈ മനായൻ എന്ന് പറയുന്നത്. അന്തിപ്പാസിന്റെ കൂടെ വളർന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നെങ്കിലും അന്തിപ്പാസ് ക്രിസ്തുവിന് എതിരെ തിരിഞ്ഞു. ക്രിസ്തുവിനെയും ക്രിസ്തീയ കൂട്ടായ്മയും ഒക്കെ നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കൂടെ വളർന്ന മറ്റേ ആളിനെ, മനായനെ, ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചു. അത് നമുക്ക് ഒരേ വീട്ടിൽ വളർന്നു, ഒരേ സാഹചര്യത്തിൽ വളർന്നെങ്കിലും ഒരാളെ നല്ലതിനായിട്ടും ഒരാളിനെ തീയതിനായിട്ടും ദൈവം വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മനായൻ എന്ന പേരിന്റെ അർത്ഥം ആശ്വാസകൻ എന്നാണ്. ആ പേര് പോലെ തന്നെ അദ്ദേഹം ദൈവസഭയ്ക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് മനായൻ എന്ന് പറയുന്ന ആള്. അടുത്തതായിട്ട് ശൗലാണ്. ശൗലിനെ ഗമാലിയലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് തിരുവചനം അഭ്യസിച്ച ഒരു ചെറുപ്പക്കാരനായ ആളാണ് ശൗൽ. നമുക്കറിയാം ശൗലിനെ വിളിക്കുന്നതും, അതായത് പോളിനെ കുറിച്ചാണ് ഈ പറയുന്നത്, വിളിക്കുന്നതും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യവും ഒക്കെ നമുക്ക് ഇതിനോടകം അറിയാം. ഈ ശൗലിന്റെ റോമൻ ഒരു പേരുണ്ട്, അതാണ് പൗലോസ് അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുന്നത് യഹൂദിയ പേരാ. യഹൂദന്മാരുടെ പേരാണ് ശൗൽ എന്ന് പറയുന്നത്. ശൗൽ രാജാവിന്റെ ആ ബെന്യാമിൻ ഗോത്രത്തിൽ തന്നെയുള്ള ആളാണ് പോളും. അപ്പോൾ അവർക്കൊരു റോമൻ പേരുമുണ്ട്, അതുപോലെ തന്നെ ഒരു യഹൂദിയ പേരുമുണ്ട്. റോമൻ പേരെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമ പൗരന്മാരാണ്. പോള് റോമ പൗരനാണ്. കാര്യം ജനിച്ചത് ടർക്കിയിലെ കിലിക്കിയല്ല ജനിച്ചത്. യഹൂദിയ കുടുംബമാണ്, യഹൂദിയ പാരമ്പര്യമാണെങ്കിലും ജനിച്ചിരിക്കുന്നത് റോമൻ അധികാരത്തിലുള്ള സ്ഥലം. അതുകൊണ്ട് റോമൻ പൗരനാണ്. അതുകൊണ്ട് അങ്ങനെ റോമൻ പേരുണ്ട്. അതാണ് പോൾ എന്ന് പറയുന്ന പേര്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇത്രയും കാര്യമാണ് ഒന്നാമത്തെ വാക്യത്തിൽ. അന്ത്യോക്യയിലെ സഭ, ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോന്, കുറേനക്കാരനായ ലുക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായന്, ശൗല് എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഇവര് വളരെ ശക്തമായിട്ട് ഈ അന്ത്യോക്യയിൽ ശുശ്രൂഷിച്ചിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുകയും ബർന്നബാസിനെയും ശൗലിനെയും ആ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക. വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക അല്ല ചെയ്യേണ്ടത്. ആലോചന ദൈവത്തോട് ചോദിക്കണം. ആ ദൈവമാണ് നമ്മളെ ഇതിനു വേണ്ടിയിട്ട് വിളിക്കേണ്ടത്. ഇവിടെ കണ്ടില്ല, പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിക്കുക. ആ ഒരു ആലോചന നമുക്ക് തിരുവചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും, നമ്മളെ അറിയിക്കും. നമുക്ക് ആ ഒരു ആലോചന ദൈവം തന്നുകൊണ്ടിരിക്കും. വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. പലപ്പോഴും നമ്മളത് വായിക്കുമ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ വളരെ വ്യക്തമായിട്ട് ആലോചനകൾ തിരുവചനത്തിൽ കൂടെ ദൈവം നമ്മളെ അറിയിക്കും. ഇവിടെ
ദൈവം അവരോട് പറയുകയാണ്. അങ്ങനെ പറയുകയും അതിന്റെ അനുസരിച്ച് അവരെ വേർതിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവരെ രണ്ടുപേരെ, ബർന്നബാസിനെയും ശൗലിനെയും അവിടെ വെച്ച് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും അവരുടെ മേൽ അങ്ങനെ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ തുടങ്ങിയതേ ഉള്ളല്ലോ, ഇവർ നേതൃത്വ നിരയിൽ നിൽക്കുന്നവരാണല്ലോ, ബർന്നബാസും ശൗലും, അയ്യോ ഇവർ പോയി കഴിഞ്ഞാൽ എന്തായി തീരും എന്നൊന്നും ചിന്തിക്കത്തില്ല. ദൈവം എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, അവരെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് ആ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് അവരെ അയക്കുകയാണ്. ഇവിടെ തലയിൽ കൈവെക്കുന്നത് ഓർഡിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക ദൈവിക ദൗത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അയക്കുക, ദൈവിക ദൗത്യം നിറവേറ്റാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കൈവച്ച് അനുഗ്രഹം കൊടുത്ത് ഓർഡിനേഷൻ കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, ഒരു നേതൃത്വ ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധ ആത്മാവിനാൽ വേർതിരിക്കപ്പെടുകയാണ്. അത് പരിശുദ്ധ ആത്മാവിനാൽ വേർതിരിക്കുക. ഈ ഒരു വേർതിരിവ് പോളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ദൈവാത്മാവിൽ തന്നെ കണ്ടിരുന്നു എന്നുള്ളത് പലയിടത്തും പോൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 1:1 തന്നെ പോൾ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ക്വിക്ലി 1-2 റെഫറൻസ് ഞാനൊന്ന് കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഇവിടെ പറഞ്ഞിട്ടില്ല, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, റോമാലേഖനം 1:1 വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. മുൻപ് കൂട്ടി വേർതിരിച്ച അപ്പോസ്തലന്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ തുറന്ന രക്ഷാമാർഗം എന്താണെന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി മുൻപ് കൂട്ടി വേർതിരിച്ചിരിക്കുന്ന അപ്പോസ്തലന്. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലും ഇതുപോലെ തന്നെ ഒരു റെഫറൻസ് പോൾ പറയുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ പറയാണ്, എങ്കിലും എന്റെ ജനനം മുതൽ, ഞാൻ ഒത്തിരി നാള് സഭയെ ഉപദ്രവിച്ച് നടന്നുവെങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിനാണ് അവരെ അത്ര ഉപദ്രവിച്ചതും ആ സഭകളെ അത്ര ഉപദ്രവിച്ചതും സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പനയിട്ടതുമൊക്കെ. അത് പറയുകയാണ്, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ അങ്ങനെ ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ആ വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ അവരതിനുവേണ്ടി സമർപ്പിക്കപ്പെടുകയും സകലവും ത്യജിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവരെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുവാനായിട്ടിടയായി. ഞാൻ ഇന്ന് അവിടെ നിർത്തുകയാണ്. ഇത്രയും നമ്മൾ ചിന്തിച്ചത്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ ചിന്തിക്കുകയും ഓൾമോസ്റ്റ് ഇത് ചിന്തിച്ച് തീർക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യാം. ആദ്യമായിട്ടൊരു അല്പം കാര്യങ്ങൾ കൂടുതലായിട്ട് പറയേണ്ടതായിട്ട് വന്നു. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഓരോ ദിവസവും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ